തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ പടുത്തുയർത്തിയ ബംഗാളിലെ കരുത്തയായ പോരാളി മമതാ ബാനർജി ഇപ്പോൾ കടന്നുപോകുന്നത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിലൂടെയാണ്. എംഎൽഎമാരുടെ കൂട്ടത്തോടെയുള്ള കൂറുമാറ്റത്തിന് പുറകെ തൃണമൂൽ കോൺഗ്രസിന്റെ എംപിമാർ വിമത നീക്കം ശക്തമാക്കുകയാണ്. മറുഭാഗത്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ഋതുപ്രതാ ബാനർജി, സന്ദീപൻ സാഹ എന്നീ 2 എംഎൽഎമാരെ മമത പുറത്താക്കിയിരുന്നു. തുടർന്ന് ഋതുപ്രതാ ബാനർജി പാർട്ടിയിലെ 80 എംഎൽഎമാരിൽ 60 പേരുടെ പിന്തുണ ഉറപ്പാക്കി പ്രതിപക്ഷ നേതാവായി. ഇതോടെയാണ് തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി ഉടലെടുക്കുന്നത്. മമതയുടെ അനന്തരവനായ അഭിഷേക് ബാനർജിയുടെ പാർട്ടിയിലെ അമിത സ്വാധീനത്തിനെതിരെയാണ് പുറത്താക്കപ്പെട്ട നേതാക്കളായിട്ടുള്ള ഋതുപ്രതയും ഋതുദത്തയും പരസ്യമായി രംഗത്ത് വന്നത്. ഋതുപ്രതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടത്തിയ വിമത നീക്കത്തെ തുടർന്ന് പാർട്ടി പിളർന്നിരിക്കുകയാണ്. ബിജെപി 207 സീറ്റുകളും ടിഎംസി 80 സീറ്റുകളും നേടിയ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് തൊട്ടുപുറകെയാണ് പാർട്ടിക്കുള്ളിൽ ഭിന്നതകൾ തുടങ്ങിയത്. 28 ലോക്സഭാംഗങ്ങളും 13 രാജ്യസഭാംഗങ്ങളുമുള്ള തൃണമൂൽ ബിജെപിയും കോൺഗ്രസും കഴിഞ്ഞാൽ പാർലമെന്റിലെ ഏറ്റവും വലിയ കക്ഷിയാണ്. തൃണമൂലിലെ പിളർത്തിയ ശേഷം വിമത എംപിമാരെ ഒപ്പം നിർത്താനാണ് ബിജെപി ശ്രമിക്കുന്നത്. കൂറുമാറ്റം തടയൽ നിയമം മറികടക്കാൻ 28 എംപിമാരുടെയെങ്കിലും പിന്തുണ വേണം. ലോക്സഭയിലെ 20 എംപിമാർ വിമതപക്ഷത്തേക്ക് നീങ്ങുമെന്ന റിപ്പോർട്ടുകൾ ഈ അടുത്ത് പുറത്തു വന്നിരുന്നു. ബിജെപിയുടെ സഹായത്തോടെ ഇതിലേക്ക് എത്താമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ വിമത ക്യാമ്പും. പ്രധാനപ്പെട്ട പാർട്ടി യോഗങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും ഭൂരിഭാഗം എംഎൽഎമാരും വിട്ടുനിൽക്കുന്നത് മമതയ്ക്ക് പ്രതിസന്ധി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 2011 ശേഷം ആദ്യമായി അധികാരം നഷ്ടപ്പെട്ട മമതയ്ക്ക് പാർട്ടിയെ ശക്തിപ്പെടുത്തി തിരിച്ചുകൊണ്ടുവരാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രാഷ്ട്രീയ വൃത്തങ്ങളൊക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഉറ്റുനോക്കുകയാണ്. അതേസമയം തങ്ങൾ പുറത്താക്കിയ എംഎൽഎ ഋതുപ്രതാ ബാനർജിയെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ച സ്പീക്കറുടെ നടപടിക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് തിങ്കളാഴ്ച കൊൽക്കത്ത ഹൈക്കോടതിയെ തന്നെ സമീപിക്കാനിരിക്കുന്ന ഒരു സാഹചര്യവും ഉടലെടുത്തിരിക്കുകയാണ്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.